ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ന്യൂസി ഗ്രീൻ. ഇന്ന് നമ്മൾ ഒരു ബീഫ് വരട്ടിയ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് വേവിക്കാനായിട്ട് പ്രഷർ കുക്കറിലിട്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ഗ്ലാസ് വെള്ളം. വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ഗ്രേവി വേണം, അതിനാണ് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നത്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 6 വിസിലിൽ വേവിച്ചെടുക്കണം. കുക്കറിനനുസരിച്ചും ബീഫിൻ്റെ വേവിനനുസരിച്ചും ബീഫിൻ്റെ വേവിൽ വ്യത്യാസം ഉണ്ടാവും. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് ഇതിലേക്ക് 4 വലിയ ഉള്ളി നൈസായി മുറിച്ചെടുത്തിട്ടുള്ളതാണ്, കറിവേപ്പില, വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴറ്റിയിട്ട് ഇനി ഇതിലേക്ക് 3 തക്കാളി, 2 പച്ചമുളക് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് വഴറ്റി വെന്ത് ഉടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഈ ഒരു സമയത്ത് നന്നായിട്ട് വഴറ്റണം തക്കാളിയൊക്കെ. ഇനി ഇതിലേക്ക് വേവിച്ചിട്ടുള്ള ബീഫ് ഇട്ട് നന്നായിട്ട് മിക്സാക്കി 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്. ബീഫ് വേവിക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ ആഡ് ചെയ്തിരുന്നു. നല്ല സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുരുമുളകും പെരിഞ്ജീരകം എല്ലാം കൂടെ ഇട്ട് ഒരുമിച്ച് ക്രഷ് ചെയ്തെടുത്താലും മതി. കുരുമുളക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ വരെ ആവാം. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സാക്കി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നതാണ്.